Hi friends, welcome to my channel. Today's topic of discussion is The Strong Breed by Olsoinga. Olsoinga is a famous West African poet, playwright and a novelist. Racial discrimination against ആയിട്ട് എഴുതിയ നല്ലൊരു നോവലിസ്റ്റാണ്, പ്ലേറൈറ്റാണ്, പോയറ്റാണ് ഓൾസോയിങ്ക. സ്ട്രോങ് ബ്രീഡ് എന്ന് പറയുന്നത് ഒരു ട്രാജിക് പ്ലേ ബേസ്ഡ് ഓൺ ദ യോറുബ കമ്മ്യൂണിറ്റി. മെയിൻ ക്യാരക്ടേഴ്സ് ഇമാൻ, സൺമ, ജാഗുന, ഇഫാഡ, എ ഗേൾ, ഓൾഡ് മാൻ. ഇമാൻ is an important character in the play and he is a teacher, and Sanma is another important character. Jaguna village leader. ജാഗുനയുടെ ഡോട്ടറാ സന്മ എന്ന് പറയുന്നത്. ഇഫാഡ എന്ന് പറയുന്ന ഒരു ലേസി ബോയിയാണ്. ആൻഡ് ഇഫാഡയാണ് കാരിയറായിട്ട് വില്ലേജേഴ്സ് ചൂസ് ചെയ്യുന്നത്. പിന്നെ ഗേൾ എന്ന് പറയുന്ന ക്യാരക്ടർ, ഓൾഡ് മാൻ എന്ന് പറയുന്ന അതർ ക്യാരക്ടേഴ്സ് ആർ ദെയർ ഇൻ ദ പ്ലേ. തീംസ് എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ, ഐഡൻറ്റിറ്റി ക്രൈസിസ്, എക്സൈൽ. ഓക്കെ, വേരിയസ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് ഈ പ്ലേയിൽ. ഫ്ലാഷ് ബാക്ക് ടെക്നിക്സും പ്ലേ വിത്തിൻ പ്ലേ. ഫ്ലാഷ് ബാക്ക് ടെക്നിക്സ് എന്ന് പറയുന്നതിൽ ഫ്ലാഷ് ബാക്സ് ബിറ്റ്വീൻ ഇമാൻസ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. ഓക്കെ, അതുപോലെ പ്ലേ വിത്തിൻ പ്ലേ. ഇപ്പോൾ ഈ സ്ട്രോങ് ബ്രീഡിലെ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഇമാൻ എന്ന് പറയുന്നത് ഇസ് എ മാൻ ഫ്രം എ ലീനേജ് ഓഫ് കാരിയേഴ്സിൻ്റെ ലീനേജ് ഉള്ള ഒരു മാൻ. കാരണം ഇയാളുടെ ഫാദർ ഒരു കാരിയറായിരുന്നു. കാരിയർ എന്ന് പറയുന്നത് അവരെ ഒരു കമ്മ്യൂണിറ്റിയുടെ സിൻസൊക്കെ അവരിലേക്ക് എടുത്തിട്ട് അവരെ എന്ത് ചെയ്യുന്നു, സാക്രിഫൈസ് ചെയ്യും. ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ ആ സിൻസിനെയൊക്കെ കൊണ്ട് കളയുന്ന ഒരാളായിരുന്നു ആരാ, ഇമാൻ്റെ ഫാദർ. അങ്ങനെ ഒരു ലീനേജിലുള്ള ഒരു മാനാണ് ഇമാൻ എന്ന് പറയുന്നത്. ബട്ട് ഇമാൻ ഇങ്ങനത്തെ ബിലീഫ്സിനൊന്നും അത്രത്തോളം ഇൻട്രസ്റ്റഡ് അല്ല. സോ ഇമാൻ എന്ത് ചെയ്യുന്നു, ഈ കാരിയറിൻ്റെ ആ ഒരു ലീനേജ് ഉള്ളത് കൊണ്ട് തന്നെ ആ വില്ലേജ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് വൈഫ് ഒറോഗൻ, ഇമാൻ എന്ത് ചെയ്യുന്നു, ആ വില്ലേജിനെ ഉപേക്ഷിച്ചിട്ട് ഇമാൻ ഒരു പുതിയ വില്ലേജിലേക്ക് വരുന്നു. ബട്ട് അൺനോയിങ്ലി അറ്റ് ലാസ്റ്റ് ഹി ബിക്കം എ കാരിയർ. ഓക്കെ, അത് ഇഫാഡ എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് ആ വില്ലേജേഴ്സ് എന്ത് ചെയ്യുന്നത്, കാരിയറായിട്ട് ചൂസ് ചെയ്യുന്നത്. ബട്ട് അറ്റ് ലാസ്റ്റ് ഇമാൻ ഇഫാഡയ്ക്ക് വേണ്ടിയിട്ട് കാരിയർ ആവുന്നു. ബട്ട് കാരിയർ ആവുന്നുവെങ്കിലും അയാൾക്ക് ആ ഒരു അതിൽ കാരിയർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ആ വില്ലേജിൽ നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കുന്നു. ബട്ട് വില്ലേജേഴ്സ് അയാളെ ഒരു കാരിയറാക്കി മാറ്റുന്നു. ഓക്കെ, അങ്ങനെ അയാൾ എന്ത് ചെയ്യുന്നു, സിഗ്നിഫൈങ് ഹിസ് അക്സെപ്റ്റൻസ് ഓഫ് ഹിസ് ഇൻഹെറിറ്റഡ് ഡെസ്റ്റിനി ആസ് എ മെമ്പർ ഓഫ് ദി സ്ട്രോങ് ബ്രീഡ്. അങ്ങനെ സ്ട്രോങ് ബ്രീഡിലെ ഒരു മെമ്പർ എന്നുള്ള ഒരു ഡെസ്റ്റിനി അയാൾ അറ്റ് ലാസ്റ്റ് ഹി ഹാസ് ടു അക്സെപ്റ്റ്, അല്ലെ, അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇതാ സ്ട്രോങ് ബ്രീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാജിക് സ്റ്റോറി ഓഫ് ഇമാൻ, എ ടീച്ചർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.